ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വായിച്ച ഒരു ബുക്കിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിരുപാധിക സ്നേഹം, അങ്ങനെ ഒരു സ്നേഹമുണ്ടോ ഈ ലോകത്ത്? ഉണ്ട് എന്നാണ് ബിനീഷ് പുതുപ്പണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോവലിലൂടെ പ്രേമനഗരത്തിലൂടെ. നീലുവും മാധവും തമ്മിലുള്ള പ്രണയത്തിലൂടെ ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. ഇത് വെറും ഒരു ലവ് സ്റ്റോറിയല്ല. പ്രേമം, മനുഷ്യബന്ധങ്ങൾ, കേരളത്തിൻ്റെ രണ്ട് മുഖം എല്ലാം ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഈ പുസ്തകം 5 വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് വേദനയുടെ ഭംഗിയാണ്. ഇത് ഹാപ്പി എൻഡിങ് ഉള്ള ഒരു ലവ് സ്റ്റോറിയല്ല, പക്ഷേ വായിച്ചു കഴിയുമ്പോൾ ഒരു വിഷമമില്ല, പകരം ഒരു സമാധാനം കിട്ടും. നഷ്ടങ്ങളെപ്പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കും ഈ പുസ്തകം. രണ്ടാമത്തേത് നഗരം എന്ന കഥാപാത്രം. ഇവിടെ പ്രണയം നടക്കുന്നത് വെറും ബാക്ക്ഗ്രൗണ്ടിലല്ല, ആ നഗരം തന്നെ കഥ പറയുന്നുണ്ട്. ആ തെരുവുകൾ, മഴ, കോഫി ഷോപ്പുകൾ, രാത്രിയിലെ ബസ് സ്റ്റോപ്പ് എല്ലാം പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സാക്ഷികളാവുന്നു. നഗരമില്ലാതെ ഈ പ്രണയകഥയുമില്ല. 3. നിരുപാധിക സ്നേഹം. ആദ്യം മുതൽ തന്നെ ഞാൻ നിരുപാധിക സ്നേഹം പറഞ്ഞപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് നിരുപാധിക സ്നേഹം? ഒരു വ്യവസ്ഥയുമില്ലാതെ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക എന്നത്. നീലുവും മാധവും ആ സ്നേഹത്തിൻ്റെ ആഴം തേടുകയാണ്. 4 പറയുന്നത് മനുഷ്യബന്ധങ്ങളാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എല്ലാ തലങ്ങളും ഈ നോവൽ തൊടുന്നുണ്ട്. ശാരീരികം മാത്രമല്ല, മാനസികവും ആത്മീയവുമായ അടുപ്പത്തെക്കുറിച്ച് കൂടി ഇത് പറയുന്നുണ്ട്. അടുത്തത് 5. നമ്മുടെ നാടിൻ്റെ രണ്ട് മുഖം. ഒരു വശത്ത് നമ്മൾ പുരോഗമനത്തെക്കുറിച്ച് വാദിക്കും, മറുവശത്ത് അന്ധവിശ്വാസങ്ങൾ നമ്മളെ ഭരിക്കും. കേരളത്തിൻ്റെ ഈ വൈരുദ്ധ്യത്തെ നോവൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റൻറ്റ് ലവിൻ്റെയും ബ്രേക്കപ്പിൻ്റെയും കാലത്ത് ഈ പുസ്തകം പഴയ കാലത്തെ കാത്തിരിപ്പിൻ്റെ സുഖം ഓർമ്മിപ്പിക്കും. ഒരു റിപ്ലൈക്ക് വേണ്ടി ദിവസങ്ങൾ കാത്തിരുന്ന, ഒരു നോട്ടത്തിന് വേണ്ടി മണിക്കൂറുകൾ നിന്ന കാലം. ഈ ബുക്ക് വായിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കവിത വായിക്കുന്ന സുഖമുണ്ട്. ഭാഷ അത്ര മനോഹരമാണ്. ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ തോന്നുന്ന ഫ്ലോ, പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കുന്ന പുസ്തകം. ആരാണിത് വായിക്കേണ്ടത്? പ്രണയത്തെ ഗൗരവമായി കാണുന്നവർ, ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബന്ധങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, മെച്യൂർഡായ വായന ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുസ്തകം കണക്റ്റ് ആവും. ഇനി ഞാൻ വായിച്ചതിൽ ഈ ബുക്കിന് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് വെച്ചാൽ 5-ലൊരു 4.7 ഒക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങളെപ്പോഴെങ്കിലും ഒരു വ്യവസ്ഥയുമില്ലാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിരുപാധികമായി ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീലുവിൻ്റെ ആ അവസാനത്തെ തീരുമാനം നിങ്ങൾക്ക് ശരിയായി തോന്നിയോ? ഈ നോവലിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ആ സീൻ ഏതായിരുന്നു? പ്രേമനഗരം എന്നത് ഒറ്റ വരിയിൽ നിങ്ങൾ എങ്ങനെ വിവരിക്കും? ഞാൻ ഈ നോവലിന് 4.7 റേറ്റിംഗ് ആണ് കൊടുത്തത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ എത്രയാണ് ഇതിന് റേറ്റിംഗ് കൊടുക്കുന്നത്? ഇത് രണ്ടാമത് വായിക്കാൻ നിങ്ങൾക്ക് തോന്നിയോ? ചില പുസ്തകങ്ങൾ ഒറ്റ വായനയിൽ തീരില്ലല്ലോ, ഇതങ്ങനെ തോന്നിയവരുണ്ടോ? ബിനീഷ് പുതുപ്പണത്തിൻ്റെ വേറെ ഏത് പുസ്തകമാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്? ഇതുവരെ നിങ്ങളൊരു ബുക്ക് പോലും വായിക്കാത്തവരാണെങ്കിൽ വായിച്ചു തുടങ്ങാനും ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാനും പറ്റിയ നല്ല ബുക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.